ചേച്ചി 3 വർഷമായി സിവിൽ സർവീസ് നടക്കുന്നുണ്ട്. ഇതുവരെ എത്ര രൂപ ചെലവായി? എനിക്ക് വേണ്ടി 1 ലക്ഷം രൂപ ഒരു കോഴ്സിന് വെച്ചാൽ നിങ്ങൾക്ക് ഇല്ല. എടാ അവളെ ഈ 3 കൊല്ലം പഠിപ്പിക്കാനേ നീ പറഞ്ഞതിന്റെ പകുതിയെ നമുക്ക് ചെലവായുള്ളൂ. അമ്മ ഇതങ്ങനെ ആപ്പൂപ്പ കോഴ്സൊന്നുമല്ല, പഠിച്ചിറങ്ങിയുള്ള അപ്പം ജോലിയാണ്. അതിന് നീ പഠിച്ചിറങ്ങിയിട്ട് വേണ്ടേ? നീ പഠിച്ചിറങ്ങാൻ പോകുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മക്കളെ. അവളെ 3 വർഷമല്ല 6 വർഷം പഠിപ്പിച്ചാലും ഞങ്ങൾക്ക് ഒരു പേടിയില്ല. കാരണം അവൾ എന്ത് വന്നാലും സിവിൽ സർവീസ് എടുക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പിന്നെ പഠിക്കാനുള്ള ബിടെക് പാസ്സായ ചെറുക്കായി ചട്ടം വെച്ചൊരു കുത്തുവെച്ചോണ്ടല്ലോ ബിടെക് പാസ്സായി പോലും. എടാ 4 വർഷം കൂടി തീർക്കേണ്ട കോഴ്സ് നീ 6 കൊല്ലമായിട്ടല്ലേ എടാ തീർത്തത്. എന്നിട്ട് അവൻ്റെ ഒരു വട്ടാനെ കൊണ്ട് വന്നിരിക്കുന്നു. അമ്മ തരാൻ പറ്റില്ലെങ്കിൽ അത് പറ. ചുമ്മാ എന്റെ അച്ചി നിങ്ങൾ നെഗ്ലക്ട് ഇല്ല കേട്ടോ. തരാൻ പറ്റൂല. എന്നിട്ട് നെക്ലസും കൊണ്ട് പോടാ. ഒരു കോഴ്സ് ഒന്നാവില്ല. കളക്ടർ ഒന്നല്ല അമ്മ പാല് വെച്ച് കൊടു. നീ പോടാ. ഇന്ന് എത്ര രൂപ ചോദിച്ചു? നിനക്കെങ്ങനെ മനസ്സിലായി? അമ്മയുടെ പൈസ ചോദിക്കാൻ ഫ്രിഡ്ജ് തുറക്കാനല്ലാതെ അവൻ ഇങ്ങോട്ട് വരാറില്ലല്ലോ. അച്ഛാ എനിക്ക് ഒരു കോഴ്സിന് 1 ലക്ഷം രൂപ വേണം. പകുതി ഇപ്പം അടച്ചാൽ മതി, ബാക്കി പകുതി പിന്നെ എപ്പോഴും സെറ്റ് കൊടുത്താൽ മതി. നമുക്ക് നാളെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയാലോ? നിനക്ക് വേണ്ടി നിന്നെ പഠിപ്പിക്കാൻ 10 പൈസ ഞാൻ ചെലവാക്കൂല. മൊബൈലിൽ കുത്തി കളിച്ചോണ്ടിരിക്കാൻ എവിടെയെങ്കിലും എപ്പോഴും ജോലിക്ക് പോകാൻ നോക്കടാ. ഈ ചേച്ചിയെ പഠിപ്പിച്ച സമയം ഞാനൊന്നും കണ്ടില്ലല്ലോ. ചേച്ചിയെ പഠിപ്പിച്ച കാര്യം ഒന്നും ഇവിടെ വിളമ്പണ്ട. 10-24 വയസ്സായില്ല നിനക്ക്. സ്വന്തമായിട്ട് അധ്വാനിച്ച് 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. ജോലിക്ക് പോകാൻ പഠിച്ചിട്ട് ഒരു ഐഡിയ ആയിട്ട് വന്നേക്കണേ കോഴ്സ്. ആ മൊബൈൽ പഠിച്ചാൽ നല്ലയിടത്ത് എടുത്തറിയും. നിങ്ങൾ ഇത്ര ദേഷ്യം കാണിക്കാത്ത കുറച്ച് മയത്തിലൊക്കെ അവൻ്റെ അടുത്ത് പറയായിരുന്നില്ലേ? ഇന്നിപ്പോൾ അവൻ ഇതും മതി. രാത്രി ഭക്ഷണം പോലും കഴിക്കാൻ വരില്ല. ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒന്നും പറ്റൂല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വലിച്ചെടുത്തിട്ട് വന്നിട്ടേ അവൻ കണ്ടിട്ടൊന്ന് കൈ സഹായിക്കാൻ പോലും വന്നില്ല. അതിനുള്ള മനസ്സവനില്ല. പൈസ പൈസ മാത്രം മതി. ജോലിക്ക് പോട്ട്. ഇനി 1 രൂപ ഞാൻ അവന് വേണ്ടി ചെലവാക്കൂല. ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. വളരെ നല്ല കാര്യം. പ്ലേസ്മെന്റ് ആടാ നിനക്ക്? ജോലിക്കും പോകണം, എനിക്കിനി പഠിക്കുകയും വേണം. അതും നല്ലത്. ജോലിക്ക് പോയി പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്വന്തം പൈസയ്ക്ക് പഠിക്കുമ്പോഴേ പൈസയുടെ വില അറിഞ്ഞ് ഉഴപ്പാതെ പഠിച്ചോളും. അച്ഛാ ഇനി ഈ നാട്ടിൽ ജോലി ചെയ്താലേ 3 നേരം ഭക്ഷണം കഴിക്കാന്നല്ലാതെ പഠിക്കാനൊന്നും പോകാൻ പറ്റിയൊന്നുമില്ല. പിന്നെ നീ ഏത് നാട്ടിൽ പോയി ജോലി ചെയ്യാൻ പോകും? UK. UK-യാ? അതെവിടെ നമ്മളെ? അച്ഛാ ഇംഗ്ലണ്ട്. അതിനെയാണ് UK എന്ന് പറയുന്നത്. നിനക്ക് എന്താ അവിടെ ജോലി കിട്ടിയ? ഇല്ല, ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയിലെ പഠിക്കാൻ കയറും. എന്നിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്യും. 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലിയും കിട്ടും. ജീവിതം രക്ഷപ്പെട്ട്. പക്ഷേ അച്ഛൻ ഒന്ന് സഹായിക്കണം. അല്ല നീ ഇപ്പൊ പറഞ്ഞ സ്ഥലം ഏതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ എവിടെ നിന്ന് സഹായിക്കാൻ? അച്ഛാ പ്ലീസ് അച്ഛാ, എനിക്ക് അവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിക്കാൻ കയറണം. ഇവിടെ സഹായിക്കാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ പൈസ കൊടുക്കേണ്ടി വരും. പൈസ അത് നിനക്ക്. അച്ഛാ വെറുതെ ഒന്നും വേണ്ട. 6 മാസം ഇവിടെ നിന്ന് കയറി പോയി 6 മാസം പാർട്ട് ടൈം ജോലി എടുത്ത് മുഴുവൻ പൈസ ഞാൻ തിരിച്ചു തരും. പോരെ? എടാ ചെറുക്ക, UK-യിലൊക്കെ പോണെങ്കിലേ കുറഞ്ഞത് 10-15 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരും. നീ അവിടെ പോയി പാർട്ട് ടൈം ജോലി എല്ലാം അങ്ങ് വീട്ടു. എടി ചേച്ചി നിങ്ങളെ കളക്ടറാവാൻ പഠിക്കുകയല്ലേ? ഇത്രയും കാലത്ത് നിങ്ങൾക്ക് ഡോളറിന്റെ രൂപയുടെ വ്യത്യാസം തിരിച്ചറിഞ്ഞൂടാ? അതിനവിടെ പൗണ്ട് അല്ലേ? അതെങ്കിൽ അത് നിനക്ക് കാര്യം മനസ്സിലായല്ല. അച്ഛ ഇവിടെ ഇരുട്ട് വെളുക്ക കടമുറി കിടന്ന് 3 മാസം കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ അവിടെ 3 പിസ വിട്ടു കൊടുത്താൽ കിട്ടും. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാർ അവിടെ പോയിട്ട് പെട്രോൾ പമ്പിൽ ജോലിക്ക് നിന്ന് നാട്ടിൽ 10 സെന്റ് സ്ഥലം വാങ്ങി. ശരി, നീ ഇപ്പൊ അവിടെ ഏത് കോഴ്സ് പഠിക്കാൻ പോകുന്നു? അത് MBA. അച്ഛാ പ്ലീസ് അവസാനമായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഞാനും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും. പ്ലീസ്. അച്ഛാ അത് ഇപ്പൊ പറഞ്ഞ കാര്യമായിട്ടാണെന്നാ തോന്നുന്നു. രക്ഷപ്പെടാൻ ആഗ്രഹം തോന്നിക്കാണും. അതുകൊണ്ട് അച്ഛൻ എങ്ങനെയെങ്കിലും അവനൊന്ന് കയറ്റി വിടാൻ നോക്ക്. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് മോളെ? അടുത്ത കൊല്ലം നിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ? സ്വന്തം വീട്ടിൽ വെച്ച് കല്യാണം നടത്തണമെന്ന് വിചാരിച്ചുള്ള ലോണും കടവൊക്കെ എടുത്ത് വീട് പണി തുടങ്ങി. ഇപ്പൊ അത് അടയ്ക്കാൻ ഞാൻ പെടുന്ന പാടെ എനിക്ക് മാത്രമേ അറിയൂ. അച്ഛാ അവൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീരുമല്ലോ. ഇന്നലെ വരെ അച്ഛൻ്റെ പൈസയും കളഞ്ഞ് ഉഴപ്പി നടന്നവനല്ലേ ഈ പോയെ. അവൻ നന്നായി അച്ഛാ. നീയൊക്കെ ഈ അവിഞ്ഞ നാട്ടിങ്ങനെ നശിച്ചു പോടാ. ഞാൻ UK പോയി അർമാദിക്കും. എന്നാലോളെ നീ എങ്ങനെയാ പൈസ ഒപ്പിച്ചേ? എങ്ക അപ്പ റിച്ചടാ. അച്ഛൻ തന്നടേ. നിന്റെയൊക്കെ ഭാഗ്യളയാ. ഇവിടെ എനിക്കും ഉണ്ടൊരു തന്ത.
അളിയ അതൊക്കെ ചോദിക്കേണ്ട രീതിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും, മനസ്സിലായ? അളിയ വിളിക്കാം. എടാ ചെറുക്ക, ഞാൻ ഒരു കാര്യം പറയാം. ഇല്ലാത്ത കാശ് കടം വാങ്ങിച്ചിട്ട് അച്ഛൻ നിന്നെ IELTS ഓടിക്കാൻ വിട്ടത്. എൻ്റെ ഫോൺ വിളി ഞാൻ കണ്ടു. അതേച്ചി, ഇത് പാസ്സായാലും നിനക്ക് അവിടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടൂ. അത് മറക്കണ്ട. ഇതാ മക്കളെ, ഈ പാല് ഒറ്റ വലിക്ക് കുടിച്ചു. നട്ടുച്ചയ്ക്ക് പാലാ? അവൻ രാവിലെ തൊട്ട് കുത്തിയിരുന്ന് പഠിക്കല്ലേടി, തലച്ചോറ് ചുരുങ്ങും. എന്ന് ആര് പറഞ്ഞു? അവൻ ആ, പാമ്പിനാണ് പാല് കൊടുത്ത് വളർത്തുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കി ഈ പാമ്പ് അങ്ങനെ ഒറ്റ കൊത്തിന് കൊല്ലൂല. സൂക്ഷിച്ചോ. അവക്ക് ഞാൻ UK പോകേണ്ട അസൂയമ്മ. മക്കളത് നോക്കണ്ട, മക്കളെ കുറിച്ച്. അയ്യോ അച്ഛാ, ഇനി പറഞ്ഞ അച്ഛാ, ഞാൻ ഉണ്ടോ? Yeah. അച്ഛാ, ചായ ഇട്ട് വെച്ചിട്ടുണ്ടേ. മോളെ ഇത്ര കൂട്ടം ഇംഗ്ലീഷൊക്കെ പഠിച്ച? അച്ഛാ, ഈ ആന്ന് പറയണത് മലയാളത്തിൽ ഒരു ചില്ലക്ഷരമാണ്. രാവിലെ എന്നെ ആളെ പഠിക്കുന്നത് കയറി പോടാ. ചേട്ടാ, വർക്ക് ഇച്ചിരി ഫാസ്റ്റ് ആക്കിയായിരുന്നു കൊള്ളായിരുന്നു. എനിക്ക് പുതിയൊരു വർക്ക് അടുത്ത മാസം തുടങ്ങും. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പണിക്കാർ ഷോർട്ടേജ് വരും. അതാ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അഭിലാഷേ, പല സ്ഥലത്തും മറിച്ച് ലോൺ എടുത്തുമൊക്കെയാണ് ഇതൊന്നും നടത്തിയെടുക്കുന്നത്. അതിൻ്റെ ഒരു ഡിലേ ആണ്. അതെനിക്ക് അറിയാൻ ചേട്ടാ, അതുകൊണ്ടല്ലേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ലോണിൻ്റെ അടുത്ത ഗഡു മറ്റന്നാൾ കിട്ടും. ഒരു കാര്യം ചെയ്യും, മറ്റന്നാൾ തന്നെ തടിപ്പണിക്കാരെ നിർത്തിക്കോ. നല്ല പണിക്കാരെ കൊണ്ടുവരണേ. കള്ളത്തടിയിൽ പണി ചെയ്തിട്ട് പോയാലേ പിന്നെ മെയിൻ്റനൻസിന് സമയം കാണത്തുള്ളൂ. ചേട്ടാ, അത് തടി വേണ്ട. ഇപ്പോൾ UPVC ഡോറും വിൻഡോസൊക്കെ കിട്ടും, അത് മതി. PVC-യാ? PVC-യും പ്ലാസ്റ്റിക്കും ഒന്നും വേണ്ട ചേട്ടാ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് വെറും PVC-യും പ്ലാസ്റ്റിക്കും ഒന്നും അല്ല. വിൻകോ UPVC. ഇത് നമ്മുടെ തടി കണക്ക് ചെതലരിക്കാൻ നശിക്കത്തൊന്നുമില്ല. ഇത് ഒരു തവണ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ്റനൻസും വേണ്ട, പെയിൻറ്റും അടിക്കണ്ട. ഇത് ഏത് വെതർ കണ്ടീഷനിലും ബെസ്റ്റാ. അഭിലാഷേ, നമ്മൾ ഇത്രയും പൈസ മുടക്കി വീട് വെച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ തടിയുടെ ഒരു എടുപ്പ് കിട്ടുമോ? ചേട്ടാ, തടിയെക്കാട്ടി ലുക്ക് കൂടുതലാണെങ്കിലേ ഉള്ളൂ. ഈ വിൻകോ UPVC പല ഡിസൈനിലും പല കളറിലും, എന്തിന് നമ്മുടെ ഈ തേക്കിൻ്റെ മഹാഗണിയുടെയൊക്കെ ടെക്സ്ചർ വരെ കിട്ടും. ഇത് പിന്നെ തടിപ്പണി പോലെ വലിയ സമയമൊന്നും വേണ്ട, 10 ദിവസത്തിനകത്ത് പരിപാടി വരും. അപ്പോൾ തടിയേക്കാളും വിലയും കൂടുതലായിരിക്കുമല്ലോ. ചേട്ടാ, ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള സൗണ്ടും പൊടി ഒന്നും കയറത്തില്ല. വിശ്വസിക്കാനല്ലേ ചേട്ടാ, കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ 500-ൽ പരം റെസിഡൻഷ്യൽ പ്രോജക്റ്റ് അവർ ചെയ്തിട്ടുണ്ട്. പലതവണ സൈറ്റ് വിസിറ്റ് ചെയ്ത് നമ്മുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി കസ്റ്റമൈസ് ചെയ്ത് അവർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തോളൂ. 2020 തൊട്ട് എൻ്റെ എല്ലാ വർക്കും ഇവരല്ലേ ചെയ്യുന്നത്. അവർ കാര്യം ചെയ്യാം അഭിലാഷേ, മറ്റന്നാൾ ഇങ്ങോട്ട് വാ. നമുക്ക് രണ്ടും കൂടെ അവിടെ പോയി നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ വേണ്ട പോലെ ചെയ്യാം. അച്ഛാ, അവൻ്റെ താക്കോളൊന്നും ഞാൻ പുറത്തെടുപ്പാൻ. എടാ, എനിക്ക് കടയിൽ പോകാനുള്ളതാണ്, പെട്ടെന്ന് വരുമോ നീ? വരാം. അല്ലേ, നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞാ? ഓ, കഴിഞ്ഞു. എന്നാൽ പിന്നെ അവന് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ? അതാകുമ്പോൾ ചേട്ടന് കൂടെ കടടച്ചിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. അഭിലാഷ് പറഞ്ഞ കേട്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നാളെ തൊട്ട് ഇവിടെ വന്ന് നിന്ന് എന്താ വേണ്ട വെച്ചാൽ നോക്കിക്കണ്ട് ചെയ്യും കേട്ടാ. ഞാൻ ഒന്നൊരു ഫോൺ ചെയ്തു. ഡേയ്, എന്തിനാണ് നിന്റെ ഭാവി പരിപാടി? ആക്ച്വലി കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. ലുക്ക് കണ്ടോ ബ്രോ? അല്ല, കണ്ടൊക്കെ ആ സ്പേസിൽ ഒരു മിനി തിയേറ്റർ സെറ്റ് ചെയ്യണം. അച്ഛനും അമ്മയ്ക്ക് ഒരേ സമയം സിനിമ കാണാനും പറ്റണം, പിന്നെ വീഡിയോ കോൾ തന്നെ പറ്റണം. ഞാൻ UK പോണ കാര്യം അറിഞ്ഞാണല്ലോ അല്ലേ? അത് ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ, ബുദ്ധിമുട്ടാണോ? എന്നാൽ അവിടെ ഒരു നടുത്തുള്ള സെറ്റ് തരാൻ പറ്റുമോ എനിക്ക്? അതും പാടായിരിക്കും. എന്നാൽ പിന്നെ ഈ കാറ്റും മഴയൊക്കെ ഒരുമിച്ച് വരുന്നൊരു സ്പേസ്, അത് അടിപൊളിയായിരിക്കും. അതെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റും. നീ കാറ്റും മഴയും വരുമ്പോൾ മേലെ കയറി നിന്നാ മതി ടെറസിൻ്റെ. എടാ, ഈ കാറ്റും മഴയും കൊള്ളാതിരിക്കാൻ ഇതിൻ്റെ ആൾക്കാർ വീട് പണിയുന്നത്. നീ ഇത് എന്തോ പറയും? അച്ഛാ, ഇയാളെ കൊണ്ടൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ചേട്ടാ, അവന് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വിരോധം ഉണ്ടാകും? എന്ത് പറ്റിയ അഭിലാഷ്? അല്ല, അവൻ്റെ ഈ മോഡേൺ ചിന്താഗതിയൊക്കെ കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെ തോന്നി. നീ തന്നെയല്ലേ നാളെ തൊട്ട് അവൻ്റെ അടുത്ത് ഇവിടെ വന്ന് എല്ലാം നോക്കാൻ പറഞ്ഞത്? ഞാനത് പറയരുതായിരുന്നു.
അവനെ കൂടെ വിളിക്കാൻ തരി. അവൻ എവിടെ പോയി? ഇതാ അമലേ. അവ ഇവിടെ ഇല്ല കേട്ടാ. അവൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ബാച്ചിലർ പാർട്ടിക്ക് പോയിരിക്കുന്നു. രാത്രി കുറച്ച് ലേറ്റായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അവൻ്റെ ഒരു ബാച്ചിലേഴ്സ് പാർട്ടി. ബാക്കിയുള്ള മനുഷ്യന്മാർ അവൻ്റെ കാര്യത്തിന് വേണ്ടി ചക്രശ്വാസം വലിക്കുകയാണ്. അവനിതൊന്നും അറിയണ്ടല്ലോ. അവൻ്റെ ഒരു പാർട്ടി. അവ അല്ലേലും ഇടയ്ക്ക് ഇങ്ങനെ പോവാറുള്ളതല്ലേ അച്ഛ. അച്ഛൻ എന്തു പറ്റി? ഇനി മോളെ, ഇവിടുത്തെ സഹകരണ ബാങ്കിൽ ഞാൻ ഒരു ചിട്ടി കിട്ടുന്നുണ്ടായിരുന്നു. ആവശ്യത്തിന് ലോൺ തരാമെന്ന് അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞതുമാണ്. ഇപ്പോൾ ഭരണസമിതി മാറി. ഇന്ന് പോയപ്പോൾ പുതിയ പ്രസിഡന്റ് ലോൺ തരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്താൽ നോക്കാമെന്ന്. ആകെ ഉണ്ടായിരുന്നത് ആ വസ്തുവാണ്. അത് ഈട് കൊടുത്തില്ലേ നമ്മളെ വീടിന് ലോൺ എടുത്തത്. എനിക്ക് അറിഞ്ഞൂടെ എന്ത് ചെയ്യണമെന്ന്. അവൻ ആഗ്രഹിച്ച് ചോദിച്ചിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല ദൈവമേ. അച്ഛൻ വിഷമിക്കാതെ കഴിച്ചിട്ട് പോയി കിടക്ക്. ഞാൻ നാളെ അവനുമായിട്ടും സംസാരിക്കട്ടെ. ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഇട്ടേക്ക്. ഡാ എണീക്ക്. എത്ര നേരമായി? രാത്രി വന്ന ഡ്രസ്സ് പോലും മാറ്റാതാൻ കയറി കിടക്കുകയാണല്ലേ. കുറച്ച് ടയർഡായി പോയി. എടാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഒന്ന് സമാധാനത്തിൽ കേൾക്കണം. അച്ഛൻ മാക്സിമം നോക്കി, പൈസ സെറ്റ് ആവൂല. അപ്പം എൻ്റെ ജീവിതവും നീ നാളെ സിവിൽ സർവീസ് ഒക്കെ എടുത്ത് വരെ കളക്ടറാവും. എന്നെ കെട്ടിക്കൊണ്ട് പോകണമെന്നും ജോലിയുണ്ട്. ഞാൻ മാത്രം നശിച്ചു പോട്ടല്ലേ? നശിച്ചു പോട്ട്. ആർക്ക് എന്ത് ചെയ്തോ ഇവിടെ? ഇങ്ങനെയൊന്നും പറയില്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? നിന്നെ പഠിപ്പിക്കാൻ പൈസയുണ്ട്, ഈ വീട് വെക്കാൻ പൈസയുണ്ട്, നിന്നെ കെട്ടിച്ചുവിടാൻ പൈസയുണ്ട്. എൻ്റെ കാര്യം വരുമ്പോൾ മാത്രം പൈസ ഇല്ലല്ലേ? എടാ അച്ഛൻ്റെ അത്രയും കാശില്ലാത്തോണ്ടല്ലേ. നീ ഇങ്ങനെ വിഷമിക്കാതെ. ഞാൻ എന്തേലും വഴിയുണ്ടോ നോക്കട്ടെ. എന്ത് വഴി? നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. ആ പൈസ തൊടാൻ ഞാൻ സമ്മതിക്കൂല. നിന്റെ കല്യാണത്തിന് മാറ്റി വെച്ചിരിക്കുന്ന പണം എടുത്ത് കൊടുത്തിട്ട് പിന്നെ കല്യാണത്തിന് എന്ത് ചെയ്യോടി? കല്യാണത്തിന് ഇനി 1 വർഷം ഉണ്ടല്ലോ. ഇപ്പൊ പൈസ ഉണ്ടെങ്കിൽ 2 മാസത്തിൽ അവൻ കയറി പോകും. അച്ഛാ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ 6 മാസത്തിൽ പാർട്ട് ടൈം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഞാൻ പൈസ എടുത്തേക്കാം. ഞാൻ ഉറപ്പ് പോരെ. പിന്നെ കല്യാണം 1 കൊല്ലം കഴിഞ്ഞെന്നുള്ളത് നമുക്ക് പറഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ് മതി എന്നാക്കാം. എൻ്റെ മെയിൻസ് കഴിഞ്ഞിട്ട് മതി എന്ന് പറയാം. അതാകുമ്പോൾ അവനും അത്രയും സമയം കിട്ടുമല്ലോ. ഇല്ല, എനിക്ക് 6 മാസം മതി. മോളെ, എനിക്ക് ഇവനെ വിശ്വാസമില്ല. നിന്റെ വാക്കും കേട്ടിട്ട് ഞാൻ FD പൊട്ടിക്കുകയാണ്. അപ്പൊ നീ ഉടനെ പോവോ അല്ലേടെ? പാർട്ടി വേണേ? അതൊക്കെ ഞാൻ നടത്തിയിട്ടേ പോവുള്ളൂ അളിയാ. അല്ലളിയാ, നീ അവിടെ ചെന്നാലേ ഈ പറയുന്ന പോലെ പഠിക്കാനും ജോലിക്കൊക്കെ പോവോ? എൻ്റെ ആ വട്ടി കയറും. ആദ്യം UK ഒക്കെ ഒന്ന് കറങ്ങണം, പിന്നെ ബാക്കിയൊക്കെ സമയം പോലെ ആലോചിക്കാം. ആ, അപ്പം നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലേ? എന്തോന്ന് മാറ്റം അളിയാ? ഫ്രീഡം, അതാണ് നമ്മളെ മെയിൻ. ആ അഭിലാഷേട്ടാ, അയ്യോ അച്ഛനും അമ്മയും പുറത്തു പോയൊക്കെയാണല്ലോ. എന്തു പറ്റിയേട്ടാ? അതറിയാം മോളെ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മോളൊന്ന് പുറത്തോട്ട് വരൂ. എന്തു കേട്ടാ കാര്യം? മോളെ, കഴിഞ്ഞ മാസം മുതൽ അമല് വഴിയാ മോളുടെ അച്ഛൻ കാശ് തരുന്നതും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അവൻ ഇന്നലെ എന്നെ സൈറ്റിൽ കാണാൻ വന്നായിരുന്നു. ചേട്ടാ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാം. കാര്യം നിങ്ങൾ ഈ കോൺട്രാക്ടർമാർ ചെറിയ ഉടായ്പൊക്കെ കാണിച്ച് ചെറിയ വെട്ടിപ്പ് കൊണ്ടെന്ന് എനിക്കറിയാം. അനാവശ്യം പറയരുത്. ഞാൻ ഇന്ന് വരെ ഒരുത്തൻ്റെ 5 പൈസ വെട്ടിച്ചിട്ടില്ല കേട്ടോ. എന്നാ നിങ്ങൾ ചീറാതെ, ഞാൻ പറഞ്ഞ മൊത്തം കേക്ക്. വെട്ടിക്കണം. നമ്മൾ ഒന്നിച്ച് വെട്ടിക്കണം. ഇപ്പം അച്ഛൻ പൈസയൊക്കെ എന്നെയാണ് ഏൽപ്പിച്ചേക്കണേ. ചേട്ടനാണെങ്കിൽ ഭയങ്കര വിശ്വാസമാണ്. ഇപ്പോൾ ഒരു സാധനത്തിന് 5000 രൂപ എന്ന് വെച്ചോ, ചേട്ടൻ 8500 പറയണം. മനസ്സിലായോ? എന്നിട്ട് കിട്ടണതിൽ 40% ചേട്ടന്, 60% എനിക്ക്. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ മേടിച്ച സാധനത്തിൻ്റെയൊക്കെ ബില്ല് നിൻ്റെ അച്ഛൻ കണ്ടാലോ? നിങ്ങൾ എന്നെപ്പറ്റി എന്താ വിചാരിച്ചേട്ടാ? ഇന്നലെ പെയിൻറ്റ് വാങ്ങിക്കായത് 13000 രൂപ. നിങ്ങൾ ഈ ബില്ലൊന്ന് നോക്കിയാണ്. 15000? ഇത്രേ ഉള്ളൂ. ഇതാ മോളെ വന്നൊന്ന് ബില്ല്. ഞാനിത് മോളുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങേരെ അവനെ അടിച്ച് റെഡിയാക്കി. അതുകൊണ്ടാണ് ഞാൻ വന്ന് മോളുടെ അടുത്ത് പറഞ്ഞു. അവൻ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി.
ആ വീടിൻ്റെ പണിയൊന്ന് കഴിയാൻ വേണ്ടി ബാലേന്ദ്രൻ ചേട്ടൻ കിടന്ന് ഓടുന്നത് എനിക്കറിയാം. ഞാൻ പറയാം ചേട്ടാ, അവനില്ലാത്ത സ്നേഹം ചേട്ടനെങ്കിലും അച്ഛൻ്റെ അടുത്തുണ്ടല്ലോ. അവരെ മോളെ ഞാൻ കൊണ്ടിറങ്ങട്ടെ. സമയമായില്ലേ? ഇതാ അമ്മലേ, ഓ ഇറങ്ങണ്ടേ? ഇതായിരുന്നു പോവാം. ഇവിടെ ഞങ്ങൾ ഇറങ്ങാണ്. എങ്ങോട്ട് പോണു? എനിക്ക് അഡ്മിഷന് പൈസ അടയ്ക്കാൻ പോകുന്നു. അച്ഛൻ എൻ്റെ കല്യാണം നീട്ടി വെക്കാൻ പറ്റൂല. എൻ്റെ കല്യാണ ആവശ്യത്തിന് വെച്ചാൽ പൈസ എടുക്കാനും പറ്റൂല. നീ എന്തോ നീ പറയണ, നീ എല്ലാം സമ്മതിച്ചു തന്നു. ആ, അന്ന് എനിക്ക് അങ്ങനെ തോന്നി, ഇപ്പം ഇങ്ങനെയും തോന്നി. നിന്റെ തോന്നൽ വെച്ച് കളിക്കാനുള്ള എൻ്റെ ജീവിതം. മനുഷ്യൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ എടി എടി പ്ലീസ്, നീ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പോട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ നടത്തുന്നതിനെക്കാട്ടി ഗ്രാൻഡ് ആയിട്ട് നിന്റെ കല്യാണം ഞാൻ നടത്തും. എടി മോളെ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? നീ ഇപ്പൊ വന്ന് ഇങ്ങനെ പറഞ്ഞ ഇടി അവൻ നിന്റെ അനിയനല്ലേ, അവൻ രക്ഷപ്പെട്ടാൽ നമ്മളെ രക്ഷപ്പെടൂല്ലേ? ഇവ രക്ഷപ്പെടും, പക്ഷെ നിങ്ങൾ എൻ്റെ കല്യാണം നടത്താനേ ഇവിടെ കിടന്ന് കഷ്ടപ്പെടും. കാരണം ഇവൻ പോണത് പഠിക്കാനും ജോലി ചെയ്യാനുള്ള ത്വരവുണ്ടൊന്നും അല്ല. പിന്നെ പറയടാ, എന്താടാ? നീ അങ്ങോട്ട് പോയി ആരെ കാണാൻ പോണെന്ന് പറയേ. ഒരു ഐഡിയ ആയിട്ട് വന്നെങ്ങനെ കോഴ്സ് ആ മൊബൈൽ പഠിച്ചാൽ നല്ലയിടത്ത് അടുത്തറിയും. എന്തോ ഹലോ പറ. എടാ, എനിക്ക് യുകെയിൽ ഓൺ സൈറ്റ് കിട്ടി. എന്തോന്ന്? അതായത് മണ്ട എന്നെ എന്റെ ഓഫീസിൽ നിന്ന് അടുത്ത 2 വർഷത്തേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് യുകെയിലേക്ക് വിടുന്നു. നീ ആരും ഇത് ഓക്കെ പറഞ്ഞേ? നീ പോയാ ഞാൻ എന്ത് ചെയ്യും? എടാ അമലെ, ഞാൻ ജോലിയുള്ള ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആണ്. എനിക്ക് എന്റെ ജോലി കാര്യത്തിന് എന്റെ ലവറിന്റെ അനുവാദം വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നിന്റെ സപ്ലൈക്ക് നീ എഴുതിയെടുത്തല്ലോ, ഏതെങ്കിലും MNCയിൽ കയറ്. എന്നിട്ട് എങ്ങനെയെങ്കിലും ഓൺ സൈറ്റ് മേടിച്ചിട്ട് അങ്ങോട്ട് വരാനുള്ള വഴി നോക്കും. വെച്ചിട്ട് പോയി. ഓ അമ്മൂമ്മരെ മനസ്സി ജോലിക്ക് പോകാൻ ഞാൻ അങ്ങോട്ട് വരോടി വന്നിരിക്കും. ഇത്രയും കാലം നിന്നെ തീറ്റിപ്പൊറ്റി എന്നെ മണ്ണ അടിക്കാൻ ഇക്കണ്ട പൈസയൊക്കെ എന്നെ കൊണ്ട് മുടക്കിയത് നിന്റെ കാമുകയെ കാണാൻ പോകാനാണ് അല്ലടാ? നാളെ ഉണ്ടാണോ നിനക്ക്? ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും നീ വിചാരിക്കണല്ലേ? ദാ വീട് പണിക്കിടയിലേ അച്ഛനെ വെട്ടിച്ചുണ്ടാക്കിയ പൈസയാണ്. ഇവ ചെന്ന് അഭിലാഷേട്ടനെ കണ്ടിട്ടെ അച്ഛനെ വെട്ടിക്കാൻ കൂട്ടുന്ന ഷെയർ തരാന്ന് പറഞ്ഞേക്കുന്നു. ആ നല്ല മനുഷ്യൻ ഇന്നലെ വന്ന് എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു. അപ്പൊ പുറകെ കൂടിയതാണ് ഞാൻ നിന്റെ. ഇപ്പൊ ഞാൻ വരണതേ നിന്റെ ചങ്ക അഖിലിന്റെ വീട്ടിൽ നിന്നാണ്. അവ എല്ലാം പറഞ്ഞു എൻ്റെ അടുത്ത്. നീ നന്നായെന്ന് കരുതിയ നമ്മളെ വേണ്ട മണ്ടന്മാര്. ഇവ എന്തോന്ന് വെച്ചാ പറഞ്ഞത്? അവിടെ ചെന്ന് 6 മാസത്തിൽ എല്ലാ പൈസയും വീട്ടിൽ അങ്ങ് തരുമെന്നല്ലേ? ഇവ അവിടെ പോണത് പഠിക്കാനും ജോലി ചെയ്യാനൊന്നും അല്ല, അവന്റെ കാമുകിയോടെ കറങ്ങാൻ വേണ്ടിയിട്ടാണ്. എടാ കണ്ണിച്ചോരില്ലാത്തവനെ, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ എടാ അവള് കല്യാണത്തിന് മാറ്റിച്ച് പൈസ തരാമെന്ന് പറഞ്ഞത്. നിനക്ക് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടടാ? നീ എന്തോ മൃഗമാണ്. മതി എല്ലാവരും കൂടെ തലേ കയറിയത്. ശരിയാണ്, അവളെ പോയി അവളെ കൂടെ കറങ്ങണം, അവളെ കാണണം, ഇതൊക്കെ തന്നെ എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ ശരിക്കും ഞാൻ പഠിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പോകാൻ നിൽക്കുന്നേ. ശരി, നീ പഠിക്കാൻ പോണ കോഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് പറ. അത് ആ അവിടെ പഠിച്ച് എത്ര പേര് പ്ലേസ്ഡ് ആയി? നീ പഠിക്കാൻ പോണ കോളേജിന്റെ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നിനക്കറിയൂ? ഇതൊന്നും അറിയാതെ പിന്നെ നീ എന്തുണ്ടാക്കാനാണ് പോണത്? അയ്യോ അങ്ങനൊന്നും പറയില്ലേ അച്ഛാ, UK അല്ലേ? അവിടെ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയാലും $1 മഴ പെയ്യും അല്ലേടാ? എടാ ഒരു മിനിമം കോമൺ സെൻസ് ഉണ്ടാ നിനക്ക്? നിന്റെ കാമുക UK പോയതേ സ്വന്തം അച്ഛനമ്മയെ പഠിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടല്ല, അന്തസ്സായിട്ട് പഠിച്ച് ഓൺ സൈറ്റ് പോയതാണ്. അങ്ങനെ ഓൺ സൈറ്റ് വാങ്ങിച്ചവർ മാത്രമല്ല അവിടെ പോണത്, പോയി പഠിച്ച് രക്ഷപ്പെട്ട ആൾക്കാരും ഉണ്ട്. 2 വഴിയുണ്ട് അങ്ങനെ പോവാൻ. ഒന്നിൽ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ സ്കോളർഷിപ്പ് വാങ്ങിച്ചു പോകണം, അല്ലെങ്കിലേ കൃത്യമായിട്ട് എന്താ ഏതാന്ന് മനസ്സിലാക്കി ജോലി കിട്ടുന്ന ഉറപ്പുള്ള കോഴ്സും കോളേജും സെലക്ട് ചെയ്ത് പോകണം. അല്ലാതെ പട്ടി ചന്തയ്ക്ക് പോകണല്ലോ പോവല്ല വേണ്ടത്. ഇതിപ്പോഴേ നിന്നെ വിടുന്ന ഏജൻസിക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന കോളേജ് നോക്കി ഏതോ പൊട്ട കോളേജ് അതിനൊക്കെ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഇവിടെ രക്ഷപ്പെടാൻ മനസ്സുള്ളവർ എവിടെ പോയാലും രക്ഷപ്പെടും. അത് വിദേശത്ത് പോയാൽ തന്നെ വേണമെന്നൊന്നുമില്ല. നിന്നെപ്പോലെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ വീട്ടുകാരെ മൂക്കുമുട്ട കടത്തിലുമാക്കി വിദേശത്ത് പോകാൻ നിൽക്കണ കുറെ എണ്ണം ഉണ്ട്. നീയൊക്കെ അവിടെ പോയി പഠിക്കുകയില്ല, കറങ്ങി നടന്ന അവസാനം സ്വന്തം കുടുംബത്തിനെ വഴിയാധാരമാക്കും.
കണ്ണി കണ്ട ചിട്ടിയും പിടിച്ച് FD പൊട്ടിച്ച് ലോൺ എടുത്ത് PF എടുത്ത് സ്വന്തം കിടപ്പാടം വരെ വിറ്റ് നിന്റെയൊക്കെ വാക്കും വിശ്വസിച്ച് നീ പറഞ്ഞ സ്ഥലത്തോട്ട് എന്തിനാണ് അയക്കണമെന്നറിയോ? നീ അവർക്ക് കൊട്ടാരം പണിത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇന്ന് അവരനുഭവിക്കുന്ന കഷ്ടപ്പാട് നാളെ നീ അനുഭവിക്കണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അങ്ങനെയുള്ള അവരെ വിഷമിപ്പിച്ചാലേ ജീവിതത്തിൽ ഒരു കാലത്ത് നീ ഗുണം പിടിക്കൂല. നിന്നെ ആവശ്യത്തിന് കൂടുതൽ ലാളിച്ച് വളർത്തിയതും നിനക്ക് എല്ലാം നടത്തി തന്നത് ഞാനാണ്. ഞാൻ പറയണത് ഇപ്പൊ നീ ഇവിടെ നിന്ന് ഇറങ്ങണം. ബാക്കി എല്ലാം ഞാൻ ക്ഷമിക്കും. സ്വന്തം സഹോദരിയുടെ കല്യാണം മുടക്കിയ കാശ് കൊണ്ട് നീ ഊരി ചുറ്റാ നോക്കിയില്ലേ? നീ ഇനി ഇവിടെ നിൽക്കണ്ട. വേണ്ട. എന്ത് വേണ്ടെന്നു? നിങ്ങൾ ആവശ്യത്തിന് അവനുള്ള വിദ്യാഭ്യാസം കൊടുത്തില്ലേ? 24 വയസ്സ് വരെ എല്ലാ ചെലവും നോക്കി വളർത്തിയില്ലേ? തിരിച്ചവൻ നമ്മളോട് കാണിച്ചതാ, നമ്മളെ പറ്റിക്കാണ് ചെയ്തത്. ഇനി അവൻ പണിയെടുത്ത് ജീവിച്ചോളും. ഇറങ്ങടാ, ഇറങ്ങിപ്പോടാ. വീട്ടുകാരുടെ അവസ്ഥയോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും മനസ്സിലാക്കാതെ പഠിക്കാൻ വിദേശത്ത് പോയേ പറ്റുമെന്ന് വാശി പിടിക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. വിദേശത്ത് പോകുന്നതിലോ പഠിക്കുന്നതിലോ ഒന്നും ഒരു തെറ്റുമില്ല. പക്ഷെ എന്ത് കോഴ്സാണെന്നോ അതിൻ്റെ ജോലി സാധ്യതകൾ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് എത്തിയാൽ മതി, പിന്നെ ലൈഫ് സെറ്റാണെന്ന് വിശ്വസിച്ച് പോകുന്നത് വെറും മണ്ടത്തരമാണ്. ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളെ കടക്കെണിയിലാക്കിക്കൊണ്ടല്ല നിങ്ങൾ വിദേശ വിദ്യാഭ്യാസം നേടേണ്ടത്. ഇനി നിങ്ങൾക്ക് പോയേ പറ്റൂന്നാണെങ്കിൽ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് നിങ്ങളുടെ ഭാവി ഭദ്രമാക്കുന്ന കോഴ്സും യൂണിവേഴ്സിറ്റിയും തിരഞ്ഞെടുക്കുക. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഇല്ലായെങ്കിൽ ഇല്ലാതാവുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങളെ വിശ്വസിച്ച നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ കൂടിയാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. മക്കളെ വിദേശത്ത് പഠിക്കാൻ അയക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീട്ടുകാരുടെ അവസ്ഥയോ സാമ്പത്തിക സ്ഥിതിയോ മനസ്സിലാക്കാതെ വിദേശത്ത് പോയേ പറ്റൂ എന്ന് വാശി പിടിക്കുന്ന മക്കൾ ഇനിയെങ്കിലും മാറി ചിന്തിക്കും. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണുക. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന Winco UPVC. Design your tomorrow with us.